ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈവനിങ് വ്ളോഗാണേ. പുറത്തു പോയി വന്നപ്പോഴത്തേക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചു. കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴുകി. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയാണ്. അങ്ങനെ സിറ്റൗട്ടൊക്കെ എപ്പോഴും ചെളിയാണ്. അങ്ങനെ വീടെല്ലാം തുടയ്ക്കാനുണ്ടായിരുന്നു. രാത്രി മുഴുവൻ മഴയായതുകൊണ്ട് തന്നെ മുറ്റം മുഴുവൻ ചെളിയാട്ടോ. മുറ്റം അടിക്കാനും കഴിയുന്നില്ല. കാറ്റ് കൊണ്ട് തന്നെ മുരിങ്ങയുടെ കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചെടുത്തു. പിറ്റേന്ന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഇലയെല്ലാം വൃത്തിയാക്കി വെച്ചു കേട്ടോ. എൻ്റെ കൂടെ വന്ന് അയറയും കളിക്കുന്നുണ്ടായിരുന്നു. പുറത്തു പോയപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ മീൻ ഭയങ്കര കുറവാണ്, ഭയങ്കര വിലയുമാണ്. തൊലി കളയേണ്ട മീനായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എൻ്റെ ഒപ്പം അയറയും പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ മുറിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആൾ എവിടെ നിന്നാലും സ്മെല്ല് ചെയ്ത് അപ്പം തന്നെ കിച്ചണിലെത്തും. മീൻ മുറിച്ച് കഴിഞ്ഞാൽ സിങ്കെല്ലാം മീനിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ സോപ്പും ലോഷനൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വേസ്റ്റ് എല്ലാം കൊണ്ടൊഴിവാക്കി. അയറ ഈവനിങ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ കുറച്ച് ഓട്സ് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ അയറയ്ക്ക് ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ പാലിലും ഓട്സും കുറച്ച് റവയും കൂടെ ഇടാറുണ്ട് കേട്ടോ. ഇച്ചിരി പഞ്ചസാര ഇട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഓട്സ് വേകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് വേകുന്നത് വരെ ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞ് വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാഷ് ചെയ്തു. അപ്പോഴത്തേക്ക് അയറ സ്ഥിരം പണി തന്നെയാണ്, മുഴുവൻ ബോട്ടിലെല്ലാം വെള്ളം കോരി കളിയായിരുന്നേ. അലക്ക് കഴിഞ്ഞെത്തിയപ്പോഴത്തേക്ക് ഓട്സ് നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയറയ്ക്ക് ഫുഡ് കൊടുക്കുവാണ്. അവൾ കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുറേ സമയം അവളെ പുറകെ ഇങ്ങനെ നടക്കും. അങ്ങനെ വൈകുന്നേരത്തെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുളിക്കാമെന്ന് കരുതി തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വന്നു. അയറയും കുളിച്ചിട്ടുണ്ടായിരുന്നേ. കുളി കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ഉപ്പുമാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ, അത് സാമ്പാറും കൂട്ടി കഴിച്ചു. അയറയ്ക്കും കൊടുക്കാൻ നോക്കി കേട്ടോ, ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ വാങ്ങിയതിൽ ഒരു പാക്കറ്റ് നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നേ, അത് ഷെർസിന് ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് ക്യാരറ്റും പച്ചമുളകൊക്കെ അതിൽ തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി. സെപ്പറേറ്റ് വഴറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുതിർന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കുറച്ച് തേങ്ങയും ചോറെല്ലാം ചേർത്ത് അരച്ചു വെച്ചു. മാവ് ഇളക്കാൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ അയറയുടെ മുഖത്ത് കാണുന്നത്. അപ്പോഴേക്കും സമയം 10 മണിയായിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയെല്ലാം എടുത്തുകൊണ്ട് മുറിക്കാൻ പോവുക. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് സാമ്പാറും മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.